നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ നിർണായക ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് വിദേശ ഇന്ത്യക്കാർ അല്ലെങ്കിൽ പ്രവാസികളാണ്. ഒരു സൈഡിൽ പ്രതീക്ഷകളുടെ ഇന്ത്യ, എല്ലാവരുടെയും സമ്പദ്ക്ഷേമം, കരുതലുള്ള സമൂഹം എന്നീ മൂന്ന് ആശയങ്ങളിലൂന്നി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എന്നാൽ മറുസൈഡിൽ സാമ്പത്തിക ഞെരുക്കം മൂലം പൊറുതിമുട്ടിയ പൊതുജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആദായ നികുതി സ്ലാബുകളിൽ സമഗ്ര മാറ്റമാണ് വരുത്തിയത്. ബിസിനസ് ലോകത്തിന് ആശ്വാസം പകർന്ന ഡയറക്ട് ഡിവിഡന്റ് ടാക്സ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് നികുതി ഇളവിന്റെ പരിധിയിൽ കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുവാനും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുവാനും നടപടിയുമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായികം, സമുദ്ര ഉൽപ്പന്ന മേഖല, സ്റ്റാർട്ടപ്പുകൾ, MSME, ധനകാര്യം, അടിസ്ഥാന സൗകര്യം, സ്ത്രീക്ഷേമം, സാമൂഹ്യക്ഷേമം, ഊർജ്ജ ഉൽപാദനം എന്നിവയ്ക്കും മികച്ച പരിഗണന തന്നെ ഈ ബജറ്റിൽ ലഭിക്കുകയും ചെയ്തു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികളും ബജറ്റിൽ വ്യക്തമായി തന്നെ കാണാം. അതേസമയം പ്രവാസികൾക്ക് ഇന്ത്യയിലും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന സംശയമാണ് ഇപ്പോൾ വലിയൊരു ആശങ്കയ്ക്ക് വഴിതെളിച്ചിരിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇന്ത്യയിലും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. ഇതിനു പുറമെ പ്രവാസിയാകുന്നതിന് വിദേശത്ത് താമസിക്കുന്നതിന്റെ കാലാവധിയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 240 ദിവസമായാണ് ഇപ്പോൾ ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അത് തന്നെയാണ് ആദ്യമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുബായ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് നികുതിയിൽ കുറവോ അല്ലെങ്കിൽ നികുതി ഇല്ലാതെയോ ആണ് താമസിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരക്കാർക്ക് മാതൃരാജ്യത്ത്, അതായത് ഇന്ത്യയിൽ ഇനി നികുതി അടയ്ക്കേണ്ടി വരുമോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം വിവിധ രാജ്യങ്ങളിലായി മാറി മാറി താമസിക്കുന്ന പ്രവാസികളെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കി നികുതി അടയ്ക്കേണ്ടി വരും. എന്നാൽ 240 ദിവസം തുടർച്ചയായി ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്ക് ഇത് ബാധകമാകില്ല എന്ന പ്രത്യേകതയുമുണ്ട്. റവന്യൂ സെക്രട്ടറിയായ അജയ് ഭൂഷൺ പാണ്ഡെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്നും ഓർമ്മിക്കണം. ഇതിനു പുറമെ NRA തീരുമാനിക്കുന്ന ഘടനയിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നേരത്തെ 182 ദിവസം വിദേശത്ത് കഴിഞ്ഞവരായിരുന്നു NRA പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 240 ദിവസത്തിലധികം വിദേശത്ത് കഴിഞ്ഞവരായാണ് നോൺ റെസിഡൻസ് ഇന്ത്യൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതും റവന്യൂ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യത്തിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ബഡ്ജറ്റിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ NRAമാർക്ക് നിക്ഷേപിക്കാനുള്ള പരിധി 9% നിന്ന് 15% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശ ഇന്ത്യക്കാർക്ക് സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ കൂടുതൽ തുക നിക്ഷേപിക്കുവാൻ ഇത് അവസരം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. NRA നിക്ഷേപകർക്ക് ആവേശം പകരുന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനമെന്നാണ് ഒരു വശത്തു നിന്നുള്ള അഭിപ്രായം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വകയിരുത്തിയതും പറയാതിരിക്കാൻ വയ്യ. ബജറ്റിൽ കേരളത്തിന് നികുതി വിഹിതമായി വകയിരുത്തിയത് 15,236.64 കോടി രൂപയാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് 26.28 കോടി രൂപയും കൊച്ചിൻ ഷിപ്പ്യാർഡിന് 650 കോടി രൂപയും വകയിരുത്തി കഴിഞ്ഞു. കോഫി ബോർഡിന് 225 കോടി രൂപയും റബ്ബർ ബോർഡിന് 221.34 കോടി രൂപയും തേയില ബോർഡിന് 200 കോടി രൂപയും സുഗന്ധവിള ബോർഡിന് 120 കോടി രൂപയും വകയിരുത്തി. കശുവണ്ടി കയറ്റുമതിക്കും വികസനത്തിനുമായി 10 കോടിയാണ് കേരളത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. തോട്ടം മേഖലയ്ക്കായി 651.74 കോടി രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് 218.40 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ആദായ നികുതിയിൽ ഇളവ് വരുത്തിയും പൊതുമേഖലാ സ്ഥാപനമായ NICയുടെ പ്രാഥമിക ഓഹരികൾ വിൽക്കുവാനും കാർഷിക, അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നു. 5 ലക്ഷം രൂപ മുതൽ 7.5 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി 20% നിന്ന് 10% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം വരെയുള്ള വരുമാനങ്ങൾക്ക് നികുതി ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും നിർണായകമായ രണ്ടാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിച്ചപ്പോൾ പ്രവാസികൾ ആശങ്കയിലായി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. പ്രവാസികൾക്ക് ഇന്ത്യയിലും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ് പുതിയ സംശയങ്ങൾ ഉരുത്തിരിയാനുള്ള വകയായി മാറിയിരിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇന്ത്യയിലും നികുതി അടയ്ക്കേണ്ടി വന്നാൽ വലിയ ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കും അതുമൂലം പ്രവാസികൾക്കും ഉണ്ടാകാൻ പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.